ഒരു വസ്തുവിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. ഉദാഹരണമായിട്ട് ഇതൊരു ബോഡിയാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ്. ഈ വസ്തു നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു ബലം പ്രയോഗിക്കണം, അഥവാ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇതിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഞാനൊരു വർക്ക് ചെയ്യണം, ഒരു ജോലി ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ ജോലി ഒരു ടി സമയത്താണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പവർ എന്ന് പറയുന്നത്, അഥവാ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഒരു ടി സമയത്ത് ചെയ്യുന്ന വർക്കിനെയാണ് അല്ലെങ്കിൽ ജോലിനെയാണ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് എനർജിനെ കുറിച്ചാണ്. അപ്പോൾ വൈദ്യുതോർജ്ജത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കറണ്ട് ഫ്ലോ കാരണം അവിടെ ഉണ്ടാകുന്ന ഹീറ്റാണ് എനർജി, അല്ലെങ്കിൽ താപമാണ് എനർജി. ആ താപം കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ആ താപത്തിനെ നമ്മൾ എച്ച് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഓർത്തിരിക്കണേ, ഇവിടെ പവർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടി, അതല്ലെങ്കിൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം. ക്ലിയർ ആണല്ലോ? നോക്കണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി കാണാം. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു, ഈ കാണുന്ന ഇക്വേഷനിൽ പവർ ഇൻറ്റു ടൈം. സോ ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ പോയൊരു ബൾബ് വാങ്ങിക്കുകയാണ്. ആ ബൾബിൽ എഴുതിയിട്ടുണ്ടാവും 10 വാട്ട് അല്ലെങ്കിൽ 20 വാട്ട് ബൾബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അഥവാ അതിൻ്റെ പവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെങ്കിൽ അത്തരത്തിൽ 10 വാട്ട് വരുന്ന ഒരു ബൾബ് ഒരു 10 മിനിറ്റ്, ഒരു സമയം, ഒരു 10 മിനിറ്റ് വരെ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഈ എനർജി, താപം കാണാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കണേ, പവർ തന്നിട്ട് ഒരു ടി സമയത്തുള്ള എനർജി കൺസപ്ഷൻ അഥവാ വൈദ്യുത പവർ കാണാൻ പറഞ്ഞാൽ, നോക്കണേ, അല്ലെങ്കിൽ വൈദ്യുത ഉപയോഗം കാണാൻ പറഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുക. പവർ കൺസംഷൻ, എത്രത്തോളം അവിടെ എനർജി ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് ഉണ്ടായി എന്നുള്ളതിന് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്തത്, പവർ ഇൻറ്റു ടൈം. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ, നമുക്ക് ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് കാണാൻ 3 ഡിഫറെൻറ്റ് ഇക്വേഷൻസുകളുണ്ട്. ഒന്ന് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. 2 എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ടി ആണ്. 3 എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പവറാണ്. കേട്ടോ, എച്ച് ബൈ ടി ആണ് പവർ. അപ്പോൾ നോക്കണേ, ഐ സ്ക്വയർ ആർ ടിനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ സ്ക്വയർ ആർ. അതേപോലെ ഇതിനെയും ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടി ക്യാൻസൽ ആയിപ്പോയി, അപ്പോൾ വി സ്ക്വയർ ബൈ ആർ. അതേപോലെ ടി ഡിവൈഡ് ചെയ്യും, അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വി ഐ. നേരത്തെ പറഞ്ഞ ജൂൾസ് ലോ പ്രകാരം അതേപോലെ തന്നെ പവറിനും 4 പ്രധാനപ്പെട്ട ഇക്വേഷൻസുകളാണുള്ളത്. ക്ലിയർ അല്ലേ? ഓരോ ഇക്വേഷൻസും ക്വസ്റ്റ്യനിൽ തരുന്നതനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ തോന്നിയ പോലെ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണോ ക്വസ്റ്റ്യൻ തരുന്നത്, നോക്കൂ, ക്വസ്റ്റ്യനിൽ കറണ്ടും റെസിസ്റ്റൻസും തന്ന് പവർ കാണാനാണ് പറയുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇനി വോൾട്ടേജും റെസിസ്റ്ററുമാണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. വോൾട്ടേജും കറണ്ടുമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും യൂസ് ചെയ്യാം. വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ഇക്വേഷനും യൂസ് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും നമുക്ക് കറക്റ്റ് ആൻസറാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഇതാണ് പവറും അതേപോലെ തന്നെ എനർജി തമ്മിലുണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസംഷൻ, എനർജി കൺസംഷൻ. എത്രത്തോളം എനർജി അവിടെ ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബൾബ്, അത് ലൈറ്റ് കത്തി കറണ്ട് വരികയാണ്, കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ബൾബ് കത്തും. അപ്പോൾ അത് കത്തുമ്പോൾ എത്രത്തോളം അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ എത്ര എനർജിയാണ് അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, ആ എനർജി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഊർജ്ജ ഉപയോഗം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉപഭോഗം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ. നോക്കണേ, പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. നോക്കൂ, കാണേണ്ടത് എനർജിയാണ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇക്വേഷൻ. എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. നോക്കണേ, ഇതാണ് എനർജി കൺസ്യൂംഡ് ഇൻ ടി സെക്കൻഡ്. ഒരു ടി സമയത്ത് കൺസ്യൂം ചെയ്യുന്ന ഈ എനർജിയുടെ ഇക്വേഷനാണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 1 മന്ത് കൺസ്യൂം ചെയ്യുന്നതായിരിക്കാം. ഒരു മാസം കൺസ്യൂം ചെയ്യുന്ന എനർജി കാണണമെങ്കിൽ ഇക്വേഷൻ സെയിം തന്നെയാൽ മാറ്റൊന്നുമില്ല. എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം തന്നെ യൂസ് ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തരും
ഒരു 100 വാട്ടുള്ള ബൾബ് 2 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര എനർജി വരും? അപ്പോൾ നമുക്ക് പവർ ക്വസ്റ്റ്യൻ തന്നത് യൂസ് ചെയ്യണം. ടൈമും ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവിടെ നോക്കണേ 1 മന്ത് ആണ് പറയുന്നതെങ്കിൽ ആ സമയത്തിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. സെക്കൻഡാണ് സമയത്തിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ നോക്കണേ 30 ദിവസമാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ. ആ 30 മാസത്തിനെ ഇൻറ്റു 24, കാരണം ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ 24 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ അത് മണിക്കൂറിലേക്ക് മാറ്റി, മാസം ഡേയ്സിലേക്ക് മാറ്റി, മണിക്കൂറിലേക്ക് മാറ്റി. ഇനി മണിക്കൂറിനെ സെക്കൻഡ്, അപ്പോൾ ഇൻറ്റു 60 മിനിറ്റ്. 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. ഇനിയോ ആ മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വീണ്ടും 60, കാരണം 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ്സ് ഇൻ സെക്കൻഡിലാണ്. ഇതേ വ്യത്യാസമുള്ളൂ. അത് ഒരു മാസം ചോദിച്ചാലും 2 മാസം ചോദിച്ചാലും 2 ദിവസം ചോദിച്ചാലും അല്ലെങ്കിൽ ഒരാഴ്ച ചോദിച്ചാലും ഇതുപോലെ ആ വീക്കിന് അല്ലെങ്കിൽ ആഴ്ച, മന്ത് എന്നൊക്കെ പറഞ്ഞത് ദാറ്റ് ഇസ് ടൈം ഡ്യൂറേഷനാണ്. അപ്പോൾ ആ ടൈമിനൊക്കെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത്ര ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി മണിക്കൂറാണ് തരുന്നതെങ്കിൽ വളരെ സിമ്പിൾ. മണിക്കൂറിന് 60 ഇൻറ്റു 60 സെക്കൻഡിലേക്ക് മാറും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കണേ, ഒരു ക്വസ്റ്റ്യൻ. ഒരു ബോഡി, അത് ബൾബാവാം അല്ലെങ്കിൽ കെറ്റിലാവാം ഹീറ്റർ ആവാം, ഏത് വസ്തു ആയിക്കോട്ടെ, അതിൻ്റെ പവർ 1000 വാട്ടാണ്. അപ്പോൾ 1000 വാട്ട് വരുന്ന ഒരു ബോഡി ഒരു മണിക്കൂർ നേരത്തേക്ക് കത്തിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൻ്റെ എനർജി കൺസംഷനാണ് കാണാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇക്വേഷൻ പവർ ഇൻറ്റു ടൈം. പവർ എന്നാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1000 വാട്ടാണ്. ടൈം ഒരു മണിക്കൂറാണ്. മണിക്കൂറിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 1 ഇൻറ്റു 1 മണിക്കൂറാണ്. മണിക്കൂറിനെ ആദ്യം നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇൻറ്റു 60. ഇനി ഇപ്പോൾ കിട്ടിയത് മിനിറ്റാണ്. മിനിറ്റിനെ നമുക്ക് വീണ്ടും സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ഇൻറ്റു 60. നോക്കണേ, അപ്പോൾ ഇത്രയും സെക്കൻഡായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു 6 36. പിന്നെ ഇവിടെ 3 0 4 5 0. അപ്പോൾ 10⁵5 ജൂൾ. ഇതാണ്, അത്രയും എനർജിയാണ് ഈ 1000 വാട്ട് വരുന്ന ബൾബോ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഒരു മണിക്കൂർ നേരത്തെ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന എനർജി. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ, ക്വസ്റ്റ്യൻ ജൂളിലല്ല, ചില സമയങ്ങളിൽ കിലോ വാട്ട് അവറിൽ ചോദിക്കും. ആൻസർ കിലോ വാട്ട് അവറിൽ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. കിലോ വാട്ട് അവർ അതൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. കാരണം നമ്മുടെ വീടുകളിൽ വരുന്ന കറണ്ടുകളൊക്കെ ബേസിക്കലി നമ്മൾ കിലോ വാട്ട് അവറിലാണ് മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കിലോ വാട്ട് അവറിലേക്ക് കണക്കാക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 1000 വാട്ടാണ് ഒരു കിലോ വാട്ട്. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ 1000 വാട്ടാണ് ഒരു കിലോ വാട്ട്. അങ്ങനെങ്കിൽ ഇനി ഇവിടെ നോക്കൂ, ഈ 1000 വാട്ടിനെ എനിക്ക് 1 കിലോ വാട്ട് എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ സെയിം തന്നെ, H is equal to പവർ ഇൻറ്റു ടൈം. പക്ഷേ ഇവിടെ പവറിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം. 1000 വാട്ടാണ്, അപ്പോൾ 1 കിലോ വാട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇൻറ്റു ടൈം, കിലോ വാട്ട് ഹവറിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ സമയം അവർ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം 1 ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ കിലോ വാട്ട് അവർ ആണ്. അഥവാ അപ്പോൾ സമയം അഥവാ 1 കിലോ വാട്ട് അവർ എനർജിയാണ് അവിടെ ചെലവഴിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ജൂളിലോ വാട്ട് അവറിലും കിലോ വാട്ട് അവറിലൊക്കെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇത് വാട്ട് അവർ ആണെങ്കിൽ നല്ല ചോദിക്കൂ, വാട്ട് അവർ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ 1000 ആണ്. 1000 ഇൻറ്റു 1. അപ്പോൾ 1000 ആണ് വാട്ട് അവർ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി. എക്സാമിന് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നോക്കണം, വളരെ സിമ്പിളാണ്. ഇത് കോംപ്ലിക്കേറ്റ് ആക്കരുത്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന 500 വാട്ട് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ്സ് ഫോർ 1 അവർ. 500 വാട്ട് പവറുള്ള ഒരു ഇലക്ട്രിക് അയൺ വർക്ക് ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്യും. ഇനി 40 വാട്ട് വരുന്ന 2 ഫാന് 8 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 12 വാട്ട് വരുന്ന 5 ബൾബുകൾ 10 മണിക്കൂറും വർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എനർജി കൺസംഷൻ പെർ ഡേ, ഒരു ദിവസം ഉണ്ടാകുന്ന എനർജി കൺസംഷൻ മനസ്സിലാക്കണേ. അപ്പോൾ നോക്കൂ, ഇവിടെ ഏതൊക്കെയാണ് ഡിവൈസുകളുള്ളത്? നമുക്ക് ഫസ്റ്റ് ഇലക്ട്രിക് അയൺ ഉണ്ട്. നോക്കണേ, ഇലക്ട്രിക് അയൺ ഒരു ദിവസം ചിലവാക്കുന്ന എനർജി കാണാം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. പവർ വന്നിട്ടുണ്ട് 500 വാട്ട്, ടൈം 1 മണിക്കൂറാണ്, അപ്പോൾ 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കൂ, 500 വാട്ട് അവർ. ക്ലിയർ അല്ലേ? അവറാണ് യൂണിറ്റ് ചെയ്തിട്ടില്ല, മണിക്കൂറാണ് സെക്കൻഡിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ വാട്ട് അവർ. ഇതേപോലെ തന്നെ നോക്കണം കേട്ടോ, ഫാനിൻ്റെ കേസിലേക്ക് വരാം. നോക്കൂ, 40 വാട്ടാണ് ഒരു ഫാനിൻ്റെ പവർ. അപ്പോൾ നമുക്ക് എനർജി കാണാം, 40 ഇൻറ്റു 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടൈം 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇത് ഒരു ഫാനിൻ്റെ ആണ് കേട്ടോ.
നമുക്ക് അങ്ങനത്തെ എത്ര ഫാൻ ഉണ്ട്? 2 ഫാനുകളുണ്ട്. അപ്പോൾ ഇതിനെ ഇൻറ്റു 2 ചെയ്യണം, ഇൻറ്റു 2. അപ്പോൾ അത്രത്തോളം എനർജി നോക്കണേ കിട്ടുന്നത് 640 വാട്ട് ഹവർ. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക, അടുത്ത തരം ബൾബാണ്, 12 വാട്ടിന്റെ ബൾബാണ്. അപ്പോൾ പവർ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം. പവർ 12 ആണ്, ടൈം 10 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പക്ഷെ അങ്ങനത്തെ 5 ബൾബ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബൾബിന്റെ പവറാണ്, എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 ബൾബിന്റെയും എനർജി കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കൂ, 600 വാട്ട് അവർ. അങ്ങനെയെങ്കിൽ ഇത്രയും ഡിവൈസുകൾ വർക്ക് ചെയ്യുന്ന ആ വീട്ടിൽ ടോട്ടൽ എനർജി ഒരു ദിവസം ചിലവഴിക്കുന്നത് എത്രയാണ്? അപ്പോൾ മൊത്തം ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ 500 പ്ലസ് 640 പ്ലസ് 600 അഥവാ 1740 വാട്ട് ഹവറാണ് അവിടെ ചിലവഴിക്കുന്ന ഒരു ദിവസം ചിലവാക്കുന്ന എനർജി. ക്ലിയർലേ? അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എനർജി കൺസംഷൻ. ഇനി നോക്കണേ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് ബൾബുകളുടെ ക്വസ്റ്റ്യൻ. ഈ ബൾബുകളെ നമുക്ക് 2 രൂപത്തിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ഇതിനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം, ഇതിനെ പാരലൽ കോമ്പിനേഷൻ എന്നും പറയും. നോക്കണം കേട്ടോ, രണ്ടിലും ഏത് ബൾബാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നോക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നോക്കൂ, ഇവിടെ വി വോൾട്ടേജ് ആണ്. ഈ സീരീസ് കോമ്പിനേഷനിൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഒരു ബാറ്ററി കൊടുത്താൽ ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതാണ് കറണ്ട്. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇതേ കറണ്ട് തന്നെയാണ് 2 ബൾബിലൂടെയും കടന്നു പോവുക. ഐ കറണ്ടിൽ യാതൊരു മാറ്റമില്ല. ഐ എന്ന് പറഞ്ഞ കറണ്ട് ഇതിലൂടെ പോയി, ഐ എന്ന് പറഞ്ഞ കറണ്ട് തിരിച്ചിലേക്ക് തന്നെ വരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. നോക്കണേ, സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇനി കൃത്യമായിട്ട് യൂസ് ചെയ്യണേ. കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ കറണ്ട് ഉള്ള പവറിന്റെ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു I²R ഉപയോഗിക്കുക. അഥവാ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, ആ കോൺസ്റ്റന്റിനെ മാറ്റി എനിക്ക് പ്രൊപ്പോർഷണൽ ആക്കി എഴുതാം. അപ്പോൾ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. റെസിസ്റ്റൻസിന് നേർ അനുപാതത്തിലാണ് പവർ. എടാ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾബിന്റെ ബ്രൈറ്റ്നെസ് ആണ്. പവർ കൂടുതലുള്ള ബൾബ് ഏതാണോ ആ ബൾബാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കത്തുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കണേ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ സീരീസ് കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് ബൾബിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, പ്രതിരോധം കൂടുതൽ, ആ ബൾബിനായിരിക്കും കൂടുതൽ പവർ. ആ ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കത്തുക. ശരിയല്ലേ? നോക്കണം കേട്ടോ. അപ്പോൾ ഈ 2 ബൾബ് കിട്ടിക്കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണ് നോക്കുക, ആണെങ്കിൽ 2 ബൾബിൻ്റെയും റെസിസ്റ്റൻസ് കാണാം. എന്നിട്ട് ഏതിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ആ ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കത്തുന്നത്. ഇനി പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. നോക്കണേ എങ്ങനെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്നുള്ളത്. നമുക്ക് കറണ്ട് നോക്കാം. ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. പക്ഷേ ഈ കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് കറണ്ട് രണ്ടാമത്തെ ബൾബിലൂടെ പോകും, കുറച്ച് കറണ്ട് ഒന്നാമത്തെ ബൾബിലൂടെയും പോകും. ഇനി അവർ രണ്ടുപേരും ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് കൂട്ടി യോജിച്ച് വീണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആയിരിക്കും. ഇത് നോക്കണേ, ഇതൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടക്ടറിനെ ക്രോസ് വോൾട്ടേജ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. നോക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇത് വി എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന വോൾട്ടേജ് വി ആയിരിക്കും, ഈ വരുന്ന വോൾട്ടേജും വി ആയിരിക്കും. നോക്കൂ, ഇവിടേക്ക് വരുന്ന വോൾട്ടേജുകളും വി ആണ്. വി കണ്ടോ, ഇത് ലോ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ലോ പൊട്ടൻഷ്യൽ സാധാരണ രീതിയിൽ എപ്പോഴും നമ്മൾ 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടേക്ക് 0, ഇവിടേക്ക് 0, ഈ ഭാഗത്തേക്ക് 0. ഇപ്പൊ നോക്കൂ, ഈ ബൾബിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V-0 വി. അപ്പോൾ ഇതിനും V-0 വി. അപ്പോൾ 2 ബൾബിലും വോൾട്ടേജ് സെയിം ആണ്. ഇതാണ് പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ക്ലിയർ? ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പവർ കാണണമെങ്കിൽ നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ കറണ്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ നോക്കണേ, പവർ ഈസ് ഈക്വൽ ടു V²/R. ഈ നോക്കണേ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ പ്രൊപ്പോർഷണൽ ആക്കി മാറ്റുകയാണെങ്കിൽ പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അഥവാ റെസിസ്റ്ററിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ബൾബ് ഏതാണോ ആ ബൾബിന് പവർ കുറയും, അപ്പോൾ ബ്രൈറ്റ്നസ് കുറയും. റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള ബൾബ് ഏതാണോ പാരലൽ കോമ്പിനേഷനിൽ
ആ ബൾബിന് പവർ കൂടും, അതിന് ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ ഇവിടെയും ചെയ്യേണ്ടത് 2 ബൾബിൻ്റെ റെസിസ്റ്റൻസ് കാണാം. ഏതിനാണോ റെസിസ്റ്റൻസ് കുറവുള്ളത് അയാളായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ്സിൽ കത്തുന്നത്. ക്ലിയർലി? ഇത് നോക്കണം കേട്ടോ. സിമിലർലി ഇവിടെ ക്വസ്റ്റ്യനിൽ പവർ വോൾട്ടേജ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്ററി സപ്ലൈ കൊടുത്ത് ഈ P1 P2 പവറിൽ വർക്ക് ചെയ്യുന്ന 2 ബൾബുകളാണെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ബൾബിൻ്റെ P1 = V²/R1, രണ്ടാമത്തെ ബൾബിൻ്റെ P2 = V²/R2. V എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ആണ്. രണ്ടിലും സെയിം ആണ്. നോക്കൂ, ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയില്ല, റെസിസ്റ്റൻസ് അറിയില്ല. P1 P2 വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ V²/P1 ആണ്. ഇവിടുന്ന് കാണാം R2 എന്ന് പറഞ്ഞാൽ V²/P2 ആണ്. അപ്പോൾ R1 R2 കിട്ടി. ഇതിലേതാണോ വലുത് അയാൾക്കായിരിക്കും പവർ കൂടുതൽ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെയാണ് പാരലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർക്കാണോ റെസിസ്റ്റൻസ് കുറവ് അയാൾക്കായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നസ്. ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതും പാരലൽ കോമ്പിനേഷൻ ആണ്, മറന്നു പോരുത്. ഇറ്റ് ഈസ് ഓൾസോ എ പാരലൽ കോമ്പിനേഷൻ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇത് പോസിറ്റീവ് അല്ലേ വോൾട്ടേജ്, അപ്പോൾ ഇത് V ആണെങ്കിൽ ഇവിടേക്ക് വരുന്ന വോൾട്ടേജ് V ആയിരിക്കും. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടേക്ക് വരുന്നത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും V. എന്നർത്ഥം വോൾട്ടേജ് സെയിം ആണ്. വോൾട്ടേജ് സെയിം ആണെങ്കിൽ അത് പാരലൽ കോമ്പിനേഷൻ ആണ്. ഇനി കറണ്ട് നോക്കൂ, ഈ വോൾട്ടേജ് ഇവിടുന്ന് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് ജംഗ്ഷനിൽ വരും. ഇവിടുന്ന് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, I1 I2. അപ്പോൾ ഇതുപോലെ കണ്ടോ. അപ്പോൾ ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്, തെറ്റിക്കരുത്. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ വീടുകളിൽ കറണ്ടിൽ അഥവാ ടൈം ഓഫ് ഡേ ബില്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, TOD. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ കഴിയും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കണം കേട്ടോ. ടൈം ഓഫ് ബില്ലിംഗ്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ചാർജ് അതിനെ 3 സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, മറ്റൊന്ന് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ, അതിനുശേഷം രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെ. ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഈ സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയം എപ്പോഴായിരിക്കും? തീർച്ചയായിട്ടും ഈ ഒരു സമയമായിരിക്കും. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്താണ് എല്ലാ വീടുകളിലും കൂടുതൽ ലൈറ്റുകളും ഫാനുകളും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതും ഒക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഹൈ റേറ്റ്, അവ ഇലക്ട്രിസിറ്റി ബില്ലിൽ കൂടുതൽ റേറ്റ് ഈടാക്കുന്നത് ഈ സമയത്താണ്. ദാറ്റ്സ് പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് റേറ്റ് എന്നാണ് പറയാം. ഓക്കെ, ആ സമയത്ത് ഉപയോഗിക്കുന്നതിൻ്റെ റേറ്റ് കൂടുതലാണ്. ഇത് നോക്കി, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വളരെ കുറഞ്ഞ ഡിവൈസുകൾ ഉപയോഗിക്കുള്ളൂ. കാരണം ആ സമയത്ത് ഫാനുകൾ ഉപയോഗിക്കില്ല, ബൾബുകൾ ഉപയോഗിക്കില്ല. പിന്നെ വീട്ടിലുള്ളവർ, കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് പോയി, പാരൻസുകളാണെങ്കിൽ ഒക്കെ വർക്കിന് പോയി. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല, മൊബൈൽ ഫോൺ ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ കുറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് മിനിമം ഇലക്ട്രിസിറ്റി റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇനി ഇത് നോർമൽ ചാർജാണ് ഉപയോഗിക്കുന്നത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെ നോർമൽ ചാർജ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടുതലാണെന്ന് വീട്ടുകാർ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഈ സമയത്തുണ്ടാകുന്ന കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അവിടെ ഹൈ റേറ്റ് എന്നുള്ള റേറ്റിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ കറണ്ട് ബില്ല് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ TOD എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല പ്രകാരമാണ് നമ്മുടെ വീടുകളിലെ കറണ്ട് ബില്ല് കണക്കാക്കുന്നത്. നോക്കണേ, മറ്റൊന്നാണ്, നമ്മൾ വീട്ടിലേക്കുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത്, AC-യോ ഫ്രിഡ്ജോ ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വാങ്ങണം. 5 സ്റ്റാർ റേറ്റിംഗ്. എന്താ ഈ 5 സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് എനർജി എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് കമ്പനിയാണ് ഇതിനെന്ത് ചെയ്യുന്നത്, ഈ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. നോക്കണം കേട്ടോ. എന്തുകൊണ്ട് 5 സ്റ്റാർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ കാരണം ഹൈ എനർജി എഫിഷ്യൻസി, അവർക്ക് ഉയർന്ന ഊർജ്ജക്ഷമതയായിരിക്കും. എഫിഷ്യൻസി കൂടുതലുള്ള ഡിവൈസുകൾക്കാണ് അത് കൊടുക്കുക. അപ്പോൾ ആ എഫിഷ്യൻസി കൂടുമ്പോൾ നമുക്ക് കുറഞ്ഞ കറണ്ടേ ചിലവാകുള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, രണ്ടാമത്തെ കാരണം നോക്കണേ, എനർജി കൺസംഷൻ ഈസ് ലോ. കാരണം കുറച്ച് എനർജി മതി. കണ്ടോ, വൈദ്യുത ഉപയോഗം വളരെ കുറവായിരിക്കും ആ ഡിവൈസുകൾക്ക്. അപ്പോൾ വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും 5 സ്റ്റാർ വരുന്ന
ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ബില്ല് കുറക്കാൻ സാധ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള 5 സ്റ്റാർ റേറ്റുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോ ഇലക്ട്രിസിറ്റി ബിൽ, രണ്ട് ഹരിതഗൃഹ പ്രഭാവം കുറയ്ക്കുക എന്നുള്ളത്, അഥവാ ഒന്നുമില്ല നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഡിക്രീസ് ചെയ്യുക. കാരണം കൂടുതൽ വാതകങ്ങൾ പുറത്തേക്ക് പുറന്തള്ളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബൾബാണെങ്കിൽ ഹീറ്റ് എനർജി പുറത്തു വിടുന്നുണ്ട്. അതുപോലെ റെഫ്രിജറേറ്ററും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിലൊന്ന് പോയി കൈവച്ചാൽ മതി, നല്ലൊരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് സാധ്യത ഉണ്ട്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ അവർ പുറത്ത് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറവായിരിക്കും. അതുമൂലം നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ നിന്ന് സംരക്ഷണം നേടാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കുറക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഡിവൈസുകൾക്ക് ഒരു കിഴിവ് നൽകുന്നുണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നതിന്, അല്ലെങ്കിൽ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോക്കണേ, റെഡ്യൂസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി കുറക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒന്ന്, ഹൈ എഫിഷ്യൻ, ആ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഡിവൈസുകൾ ഉപയോഗിക്കുക, അത് തന്നെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, പിന്നെ വീട്ടിലെ ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. ടേൺ ഓഫ് സ്വിച്ചസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി യൂസേജ്, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. മറ്റൊന്ന്, യൂസ് LED ബൾബ്, LED ബൾബുകൾ ഉപയോഗിക്കുക എന്നുള്ളതും മറ്റൊരു എനർജി എഫിഷ്യൻസി കുറക്കാനുള്ള ഒരു മെത്തഡാണ്. നോക്കണേ, അതുപോലെ ഫാനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും BLDC ഫാനുകൾ യൂസ് ചെയ്യാം, അഥവാ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട്. അതിൻ്റെയും പ്രത്യേകത, അവരെയും കുറഞ്ഞ എനർജി ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ബ്രഷ്ലെസ് ആണ്, കാരണം ബ്രഷ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, ആ ഫ്രിക്ഷൻ കാരണം, ഓക്കെ, അല്ലെങ്കിൽ റബ്ബിങ് കാരണം. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഇത്തരം ഫാനുകൾക്കും എനർജി കുറച്ച് ആവശ്യം മതി എന്നുള്ളതാണ്. മറ്റൊന്ന്, ചൂസ് ദി സൈസ് ഓഫ് ഫാൻ അക്കോർഡിംഗ് ടു ദി സൈസ് ഓഫ് റൂം. റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഫാനുകൾ എന്ത് ചെയ്യാം, ചെറിയ റൂമാണെങ്കിൽ കുറഞ്ഞ സൈസുള്ള ഫാന് മതി, ഇനി വലിയ റൂമാണെങ്കിൽ നമുക്ക് വലിയ ഫാനുകൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറക്കാൻ കഴിയും. ഒരു കാര്യം കൂടിയുണ്ട്, ഏത്, നമ്മൾ TOD റേറ്റ് ഉപയോഗിച്ച് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടാകുന്ന സമയത്തുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം കുറച്ചാലും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കുറക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, നോക്കണേ, എനർജി ക്രൈസിസ്. നമ്മൾ ഒരു 10 കൊല്ലം പുറകോട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് മേ ബി ഈ പവർ കട്ട് എന്ന് പറയുന്ന സംഗതികൾ കേട്ടിട്ടുണ്ടാവാം. അന്നൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ എനർജി ക്രൈസിസാണ്. കാരണം നമുക്ക് ഈ എനർജി വെറുതെ കിട്ടുന്നതല്ല, നമ്മൾ ഡാമുകൾ നിർമ്മിച്ചിട്ട് ആ ഡാമുകളിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഓരോ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് പതിവ്. അപ്പം അങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവിടെ എനർജി കുറവുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഒരു ലൈറ്റ് കറണ്ട് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ക്രൈസിസ് എന്ന് പറയാം. ഒന്ന്, അതല്ലെങ്കിൽ ഡിമാൻഡ് കൂടുക, ഇലക്ട്രിസിറ്റിൻ്റെ ഉപയോഗം കൂടുക, പക്ഷേ അവൈലബിലിറ്റി കുറയാം. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് ഇലക്ട്രിസിറ്റി ക്രൈസിസ് വരാറുള്ളത്. അത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പവർ കട്ട് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അത് പ്രത്യേകം നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ വിചാരിക്കുന്നു. രാത്രികളിലാണ് പവർ കട്ട് ഉണ്ടാവുക, അഥവാ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ആ ഇടയിലായിരിക്കും. സാധാരണ 8 മണി 7 മണി ആ റേഞ്ചൊക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത്. കാരണം ആ സമയത്താണ് എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പവർ കട്ടിന് ആ സമയം ആ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പവർ കട്ടൊന്നുമില്ല. ഓക്കെ, നോക്കാം. അതുപോലെ ഇലക്ട്രിസിറ്റി വിത്തൗട്ട് പൊല്യൂഷൻ. ഇപ്പോൾ ഈ പൊല്യൂഷൻ ഇല്ലാതെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടി കണ്ടുവരുന്നുണ്ട്. കാരണം നമ്മുടെ ഒരിക്കലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ എനർജി സോഴ്സുകളും നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ അതൊരിക്കലും അറ്റ്മോസ്ഫിയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്കൊരിക്കലും പൊല്യൂഷൻ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പൊല്യൂഷൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല, പരമാവധി കുറക്കുക എന്നുള്ളതാണ്. എന്നാലേ വരും തലമുറക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന പല മെത്തേഡുകളുണ്ട്. നോക്കണേ, ഒന്നാണ് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട്, സോളാർ സിസ്റ്റം. നമുക്കറിയാം, നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതൊരു മെത്തേഡാണ്. അതിന് വളരെ എനർജി ലോസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ പൊല്യൂഷനും കുറവാണ്. രണ്ടാമതായിട്ട് വിൻഡ് പവർ സ്റ്റേഷനാണ്, അല്ലേ? നമ്മൾ
ഊട്ടിയിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അട്ടപ്പാടി ആ ഭാഗത്തേക്ക് ടൂർ പോകുന്ന സമയത്ത് കാറ്റാടി മരങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ വിൻഡ് വെച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുന്നത് വിൻഡ് എനർജി, കാറ്റ് എനർജിയാണ്. ആ വിൻഡ് എനർജി വന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത് വിൻഡ് പവർ സ്റ്റേഷൻ. അതുപോലെ ഹൈഡ്രോ, അതാണ് നമ്മൾ പറയുന്ന ഡാം സിസ്റ്റം. ഒരു വലിയൊരു ഡാം, ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, വലിയൊരു വെള്ളത്തിനെ ഫുള്ള് ഒരു ഡാമിൽ കെട്ടി നിർത്തി ആ വെള്ളത്തിനെ നമ്മൾ കൊണ്ടുവന്ന് നല്ല ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യിപ്പിച്ച് ഒരു ടർബൈൻ കറക്കി അവിടുന്ന് കറണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫോമാറ്റാണ് ഹൈഡ്രോ എന്നുള്ളത്. ഓക്കെ, അതുപോലെ ജിയോ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സിസ്റ്റം, ഇതൊക്കെ പൊല്യൂഷൻ വളരെ കുറച്ചുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളാണ്. ഇത് നോക്കണേ, ഇതേപോലെ തന്നെ ഈ സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു പാടത്ത് ഒരു നിരന്നു നിൽക്കുന്ന ഒരു വലിയൊരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് സോളാർ പാനലുകൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ത്യയിൽ അവിടെ ഉണ്ടാകുന്ന സോളാർ എനർജി കംപ്ലീറ്റ് ആയിട്ട് എയർപോർട്ടിൻ്റെ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അവർ KSEBക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, മറന്നു വരുതേ. 2018 യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹയസ്റ്റ് എൻവിറോൺമെൻറ്റൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനാണ്. കാരണം അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഒരു ജനറൽ അവയർനെസ്സിന് ഓർത്തിരിക്കുക. ഇതുപോലെ മറ്റൊന്നാണ് റൂഫ് ടോപ്പ് പവർ പ്രൊജക്റ്റ്. സോളാർ പാനലുകൾ നമ്മൾ വീടുകളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം ഓർത്തിരിക്കണേ, കാർബൺ ഫുട് പ്രിൻറ്റ്. വലിയ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് കുറേ പുക പുറത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജുകൾ, ബൾബുകൾ, ഇവരൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് വിടുന്ന എനർജി കാരണം നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ ബാധിക്കുക. ഓക്കെ, നോക്കണേ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് വളരെ പ്രശ്നമാകും. അത് ഈവൻ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത് ഈവൻ നമ്മുടെ കാലാവസ്ഥയെ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പരമാവധി കുറക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഡൊമസ്റ്റിക് എനർജി കൺസംപ്ഷൻ കുറയ്ക്കുക, വീട്ടിൽ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക, അഥവാ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, നമ്മൾ വീട്ടിലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അതിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ് വേസ്റ്റേജുകൾ എന്ത് ചെയ്യുക, കുറക്കണം. മറ്റൊന്ന് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ബസ്സുകൾ, ലൈൻ ബസ്സുകൾ, KSRTC ബസ്സുകളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തം വാഹനങ്ങൾ ഒഴിവാക്കുക. കാരണം അതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള പുറത്തേക്ക് വിടുന്ന വാതകങ്ങൾ കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് റെഡ്യൂസ് റീയൂസബിൾ പ്രൊഡക്റ്റ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന പ്രൊഡക്റ്റുകൾ, അതിനെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക എന്നൊക്കെ സ്ഥിരം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇന്ന് പ്ലാസ്റ്റിക്കൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്സുകളൊക്കെ ഒഴിവാക്കി വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇവിടുന്ന് ഓംസ് ലോ, ജൂൾസ് ലോ, പിന്നെ പവറും അതേപോലെ തന്നെ എനർജി കൺസപ്ഷനും, ഈ 4 എണ്ണമാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു ബൾബിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ വെച്ച് ഏത് ബൾബാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ്സോടെ കത്തുന്നത് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.